പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടന എന്ന വിഭാഗമാണ് പഠിക്കുന്നത്. പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1773 അതുപോലെ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം, ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയായിട്ട് കൊൽക്കത്തയിൽ സ്ഥാപിതമായത് 1774 1774. അതുപോലെ വേറൊരു ആക്ട് ഉണ്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കുന്നത്? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് 1784. പിന്നെ അതുപോലെ ചാർട്ടർ ആക്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാർട്ടർ ആക്ട് 4 വർഷങ്ങളിലായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ 20 വർഷം കൂടുമ്പോഴായിരുന്നു പാസ്സാക്കിയിരുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചാർട്ടർ ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് പാസ്സാക്കി. പിന്നെ അതിനുശേഷം 20 വർഷം കഴിഞ്ഞു. 20 വർഷത്തിന് ശേഷം എത്രയാവും? 1813 പാസ്സാക്കി. അതുപോലെ 1833 പിന്നെ അതുപോലെ 1853 ഈ വർഷങ്ങളിലൊക്കെ ചാർട്ടർ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. 1793, 1813, 1833, 1853. 20 വർഷമാണ് ഓരോ ആക്ട് പാസ്സാക്കുമ്പോഴും അതിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 വർഷമാണ്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ 1833 ഒരു പ്രത്യേകതയുണ്ട്. 1833 ഈ ചാർട്ടർ ആക്ട് പാസ്സാക്കിയ സമയത്ത്, അല്ലെങ്കിൽ 1833 ചാർട്ടർ ആക്ട് പാസ്സാക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഗവർണർ ജനറലിന്റെ പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിലെ ഗവർണർ ജനറലുടെ പേര് റീനെയിം ചെയ്തു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറാൻ കാരണമായ ആക്ടാണ് 1833 ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട്. ഇനി അപ്പോൾ ഇങ്ങനെ പേരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയ വ്യക്തിയാണ് വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് ആദ്യമായി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആകുന്നത്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിൽ വന്ന ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് വർഷമാണ്? 1858. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനുശേഷം പാസ്സാക്കിയ ആക്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിന്റെ മറ്റൊരു പേരാണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട്. രാജ്ഞിയുടെ വിളംബരത്തിലൂടെയാണ് ഈ ആക്ട് പുറപ്പെടുവിച്ചത്. ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് എന്ന പേരും കൂടി ഇതിനുണ്ട്. പാസ്സാക്കിയ വർഷം 1858. 1858 നവംബർ 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. നവംബർ 1858 നവംബർ 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ലോർഡ് പാൽമേഴ്സ്റ്റൺ ആണ് ബ്രിട്ടനിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ. അതുപോലെ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി. വിക്ടോറിയ രാജ്ഞിയായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി കാനിങ് പ്രഭു, ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി, അതുപോലെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. അപ്പോൾ ഇത് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, മറന്നു പോകരുത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട്.
ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കുന്നത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുന്നത് 1909 അപ്പോൾ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ മറ്റൊരു പേരാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയും. മിന്റോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. അതുപോലെ വേറൊന്നുണ്ട്, അത് കാറ്റഗറിയിലുള്ള മറ്റൊരു ആക്ട് ഉണ്ട്. 1919 ഏത് ആക്ടാണ് നമുക്കറിയാം? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് ആണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് ആണ് ഏത് ആക്ട്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം ആരംഭിക്കാൻ കാരണമായ ആക്ട് ആണ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരാൻ കാരണമായ ആക്ട് ആണ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ടിന്റെ മറ്റൊരു പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. നേരത്തെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് 1909. മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇനി മറ്റൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നമുക്കറിയാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മളിത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പോൾ ഇത് 1935 ആക്ട് ആണ്. ഇത് നിലവിൽ വന്ന വർഷം 1937. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം 1937. അപ്പോൾ ഈ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു. അപ്പോൾ ഈ ആക്ട് 1937 നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. 1937 നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു ആണ്. പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ. നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു ആണ്. മാറിപ്പോകരുത്. വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു പാസ്സാക്കുമ്പോൾ നിലവിൽ വന്നപ്പോൾ ലിൻ ലിത്കോ പ്രഭു ആണ്. ഇനി ഈ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ആക്ട്. ദ്വിഭരണം അവസാനിപ്പിച്ചു. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് ആണ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഉണ്ടാകാൻ കാരണമായ ആക്ട്. അപ്പോൾ അതുപോലെ ഇതേ ദ്വിഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ആക്ട് ആണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഈ ആക്ടിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്, നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ആക്ട് അറിയാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആക്ട് ആണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, നിങ്ങളിത് നോട്ട് ചെയ്ത് പൊയ്ക്കോളൂ. ഈ ആക്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഈ ആക്ടുമായി ബന്ധപ്പെട്ടത് ഏത്, ബന്ധപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ ഈ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നാണ് ബർമ്മയെ വേർപെടുത്തിയത്. ബർമ്മ എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമർ ആണ്. അപ്പോൾ അന്ന് മ്യാൻമർ അറിയപ്പെട്ടിരുന്നത് ബർമ്മ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ബർമ്മയെ വേർപെടുത്താൻ കാരണമായ ആക്ട് ആണ് മ്യാൻമർ ആണ് ബർമ്മ. പഴയ പേര് ബർമ്മ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും നമ്മൾ ബർമ്മയെ വേർപെടുത്താൻ കാരണമായ ആക്ട് ആണ് ഏത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് അടുത്ത പോയിന്റ് ആണ്. അടുത്ത് നോക്കാം. ഇനി അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്താൻ കാരണമായ ആക്ടും ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പോൾ ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്താൻ കാരണമായ ആക്ട് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. മറന്നു പോകരുത്. ഇനി നോക്കാം, ബീഹാറിൽ നിന്ന് ഒറീസയെ വേർപെടുത്താൻ കാരണമായ ആക്ട് ഏതാണ്? ബീഹാറിൽ നിന്ന് ഒഡീഷയെ വേർപെടുത്താൻ കാരണമായ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഭരണം നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ആണ് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നടത്താനായി ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ 1935 ആക്ടിലൂടെയാണ് ഡൽഹി ഫെഡറൽ കോർട്ട് നിലവിൽ വന്നത്. ഡൽഹിയിൽ ഫെഡറൽ കോർട്ട് നിലവിൽ വരാൻ കാരണമായ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ അത് മറന്നു പോകരുത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഡൽഹിയിൽ ഫെഡറൽ കോർട്ട് നിലവിൽ വരാൻ കാരണമായ ആക്ട്.
അപ്പോൾ ഈ ആക്ട് വന്നത് 1928 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷുകാർ പാസ്സാക്കുന്നത്. ഈ ആക്ടിന്റെ പ്രത്യേകത, ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റും നമ്മൾ ഓർത്തു വെക്കണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്നും മ്യാൻമറിനെ, പഴയ ബർമ്മയെ വേർപെടുത്താൻ കാരണമായ ആക്ട് 1935 ആക്ട് ആണ് ഒറീസ എവിടെ നിന്ന് വേർപെടുത്തി, ബീഹാറിൽ നിന്ന് ഒറീസയെ വേർപെടുത്താൻ കാരണമായ ആക്ട് 1935 ആക്ട് ആണ്. അതുപോലെ ബോംബെ പ്രവിശ്യയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്താൻ കാരണമായ ആക്ടും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഡൽഹി ഫെഡറൽ കോർട്ട് ഈ ആക്ടിലൂടെയാണ് നിലവിൽ വന്നത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ്. അതുപോലെ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ ബ്രിട്ടീഷുകാർ പാസാക്കുന്ന ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ബ്രിട്ടീഷ് ജനതയുടെ മാഗ്ന കാർട്ട, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്.